നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സ്മൃതി ഇറാനി രാഷ്ട്രീയം ഉപേക്ഷിച്ചു. കൊടും ചൂടിൽ നഗ്നപാതയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നട്ടലായി ഒരു പെൺസിംഹം നടന്നെടുക്കുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ അമ്മമാർ ആ പെൺസിംഹത്തിന്റെ ഗർജനം കേട്ട് തിളയ്ക്കുന്നു. അവളുടെ കണ്ണുകളിൽ തീജ്വാലയുണ്ട്. കരയുന്ന അമ്മമാരുടെ വിശപ്പുണ്ട്. നിരക്ഷരരായ അമേഠിയിലെ ഗ്രാമവാസികളുടെ സ്മൃതി എന്ന പോർവിളിയുണ്ട്. അഹങ്കാരം തെല്ലുമില്ലാതെ അവൾ നടന്നെടുക്കുന്നു. അവളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചിട്ടില്ല. ഇന്ത്യ എന്ന രാജ്യം കോൺഗ്രസ് എന്ന കോർപ്പറേറ്റ് അടിമകളുടെ കുത്തകയല്ല എന്ന തുറന്ന പ്രഖ്യാപനവും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് കുടുംബത്തിന്റെ വിയർപ്പ് അല്ല ഞാൻ നിങ്ങളിൽ കണ്ടത്, അതല്ല ഭാരതമെന്ന് അവൾ ഉറക്കെ പറയുന്നുണ്ട്. ഒടുവിൽ ഭാരതം BJPയുടെ പതാക നെഞ്ചിലേറ്റി നീണ്ട 13 വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്മൃതി ഇറാനി രാഷ്ട്രീയം വിടുന്നു എന്നതാണ് രാഷ്ട്രീയ ഭാരതം ചർച്ച ചെയ്യുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓജസ്സും തേജസ്സും കണ്ടറിഞ്ഞ ഈ പെൺപുലിയുടെ കരുത്ത് ഇന്ന് BJPയോടൊപ്പമില്ല എന്നത് തികച്ചും നിരാശാജനകമെന്നതാണ് തോന്നിപ്പിക്കുന്നതെന്ന് അവരോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകർ പറയുന്നു. ഗുജറാത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് രാഷ്ട്രീയം ദിനചര്യയായി സ്വീകരിച്ച ഈ രാഷ്ട്രീയ ചാണക്യ ഇന്ന് സീരിയൽ രംഗത്ത് പുതിയൊരു അംഗം കുറിച്ച് മുന്നേറുകയാണ്. ഒരിക്കൽ പ്രശാന്ത് കിഷോർ പറയുകയുണ്ടായി, ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയാൽ നിങ്ങൾ ഈ പെൺകരുത്ത് തിരിച്ചറിയും. ഇന്ത്യ എന്ന രാജ്യം ഹൈടെക്കും ബ്ലൂചിപ്പും ഒളിപ്പിച്ചു വെച്ച് കളിച്ച രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വരും. പകരം ന്യൂടെക് യുഗത്തിൽ ജീവിക്കേണ്ടി വരും. അതിനു പിന്നിൽ കറകളഞ്ഞ രാഷ്ട്രീയത്തിന്റെ വിയർപ്പ് നിങ്ങൾക്ക് അറിയേണ്ടി വരുമെന്ന്. അതെ, രാഷ്ട്രീയം എന്നാൽ നൂതന സാങ്കേതിക വിദ്യയുടെ ഒരു പുത്തൻ ഉദയമാണ്. അവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്നാൽ ഒരു തുറന്ന ആവിഷ്കാരമാണ്. എന്നാൽ കഥ മറ്റൊന്നാണ്. 21 വർഷം മുൻപ് സംപ്രേഷണം ചെയ്ത TV സീരിയലിന്റെ 2ാം ഭാഗത്തിന്റെ തിരക്കിലാണ് മുൻ കേന്ദ്രമന്ത്രി. തുളസി വിരാനി എന്ന കഥാപാത്രമായി ക്യൂംഗി സാസ് ഫി കഫി ബഹുത്തി എന്നീ സീരിയലിന്റെ 2ാം ഭാഗത്തിലാണ് അവർ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. പാർട്ട് ടൈം അഭിനേത്രി എന്ന നിലയിലും ഫുൾ ടൈം രാഷ്ട്രീയക്കാരി എന്ന നിലയിലും അറിയപ്പെടാനാണ് ആഗ്രഹമെന്നും തുളസി വിരാനി എന്ന കഥാപാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതിൽ സന്തോഷമെന്നുമാണ് സ്മൃതി ഇറാനി മാധ്യമങ്ങളോട് പറഞ്ഞത്.